സൗത്ത് ഇന്ത്യയുടെ വാരണാസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂര് വരുന്നവർക്ക് അടുത്ത് തന്നെയായിട്ട് ദർശനം നടത്താൻ പറ്റിയ കുറച്ച് ക്ഷേത്രങ്ങൾ പറഞ്ഞിട്ട് കൊട്ടിയൂര് രാവിലെ തന്നെ നല്ല തിരക്കായതുകൊണ്ട് ശ്രീ പെള്ളശ്ശേരി ക്ഷേത്രത്തിലാണ് ആദ്യം പോയത്. ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി സുബ്രഹ്മണ്യനാണെങ്കിൽ ശ്രീ മഹാദേവന്റെ അംശം ഇവിടെയുണ്ട്. സർപ്പപ്രീതിക്കായിട്ട് കോഴിമുട്ട സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. ക്ഷേത്രത്തിലെ ഈ വലിയ പടിക്കിണർ ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ്. ഇവിടെ വന്നിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ നല്ല രസമാണ്. പെള്ളശ്ശേരിക്ക് അടുത്തായിട്ടാണ് കോട്ടയം തൃക്കേക്കുന്ന മഹാദേവ ക്ഷേത്രവും ഉള്ളത്. കണ്ണൂരിലെ ഏറ്റവും വലിയ ചിറയുള്ള ക്ഷേത്രവും ഇത് തന്നെയാണ്. മുഴുവനായും പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആട്ടോ. അടുത്തത് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രമാണ്. അമ്പലത്തിലെ ദേവി പ്രതിഷ്ഠയ്ക്ക് അത്രമേൽ ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു. 2 ക്ഷേത്രക്കുളമുള്ള അമ്പലം എന്ന പ്രത്യേകത കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ഏകദേശം ഉച്ച സമയത്തോടെയാണ് കൊട്ടിയൂര് എത്തിയത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ. ഇവിടെ വന്നിട്ട് ശീവേലിയും ആസ്വദിക്കാനായിട്ട് പറ്റി. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോയിരിക്കേണ്ട ഒരിടം അതാണ് കൊട്ടിയൂർ. കൊട്ടിയൂരിൽ നിന്നും തിരിച്ചു പോരുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി കണ്ടൊരു ക്ഷേത്രമാണിത്. ശ്രീ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിൽ ഈ അടിപൊളി തോടും തൂക്കുവാലുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അപ്പോൾ കൊട്ടിയൂർക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ റീലൊന്ന് സേവ് ചെയ്ത് വെച്ചു. കൂടുതൽ വീഡിയോസിനായി പേജ് ഒന്ന് കയറി ഫോളോ ചെയ്യാനും മറക്കല്ലേ.